നമസ്കാരം ഫാദർ. നമസ്കാരം. നമസ്കാരം. 2006 ഫാദർ ആരംഭിച്ച ഈ ഒരു സിൽവർ ഹിൽസ് ട്രോഫി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഉവ്വ. ഇന്ന് ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റുകയാണ്. മലബാറിലെ ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ മലബാറിലെ ഏറ്റവും വലിയൊരു ടൂർണമെന്റായി മാറിയിരിക്കുകയാണ്. എന്തായിരുന്നു ഫാദർ ഇങ്ങനെയൊരു ടൂർണമെന്റ് തുടങ്ങാനുള്ള ഒരു മോട്ടീവ്? ഈ സ്കൂളിന്റെ സിൽവർ ഹിൽസ് സ്കൂളിന്റെ ചരിത്രത്തിലെ മറ്റൊരു അധ്യായമാണത്. കാരണം വെച്ചാൽ പഠനം മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ് ഉണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു 17 വർഷം പിന്നിട്ടെന്ന് പറയുമ്പോൾ ഒരു 17 തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് ഈ സ്പോർട്സിന് സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും 2-3 കുട്ടികളെ 3-4 കുട്ടികളെ നാഷണൽ ലെവലിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മികവ് വളരെ നമ്മൾ വിളിച്ചറിയിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഈ ഇത്രയും വർഷങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ട് വന്ന ടീച്ചിങ് കമ്മ്യൂണിറ്റി, പ്രിൻസിപ്പൽസ്, മാനേജ്മെന്റ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. കുട്ടികൾ, പേരൻസ് എല്ലാവരും. അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇത് നമ്മുടെ ഒരു ആഘോഷമായിട്ട് മാറി. ഇനിയിപ്പം ബാസ്കറ്റ് ബോൾ ഇല്ലാത്ത ഒരു സിൽവർ ഹിൽസിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം സിൽവർ ഹിൽസിന്റെ ലൈഫില്, കുട്ടികളുടെ ലൈഫില് അതിന്റെ ഭാഗമായി. തീർച്ചയായും ഫാദർ അന്ന് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ഇത് അത്രത്തോളം ആളുകളിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. എടുത്തു പറയാതെ വയ്യ. ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ആയിട്ട് നമ്മുടെ സിൽവർ ഹിൽസ് ട്രോഫി ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് മാറിയിരിക്കുകയാണ്. തീർച്ചയായും എല്ലാവർക്കും എന്ന പോലെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും പാരന്റ്സ് ആയാലും അത് ആഘോഷമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഫാദറും പറഞ്ഞത്. നമുക്കും അതിനോട് യോജിക്കാം. നമസ്കാരം സർ. സിൽവർ ഹിൽസ് സ്കൂളിന്റെ കോർഡിനേറ്റർ ആണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്, ശശിലാൽ സർ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് ഈ ഒരു സംഘാടനത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. 2006 തുടങ്ങിയ ഈ ഒരു ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഇപ്പം 17 വർഷം കഴിഞ്ഞ് അതിൻ്റെ വിജയകരമായ ഘട്ടത്തിലാണ്. ഈ സംഘാടനത്തിന് ഞങ്ങൾ ടീച്ചേഴ്സ് എത്രമാത്രം ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾ കണ്ട ഉദ്ഘാടന ചടങ്ങ്. ഓരോ വർഷം കൂടുമ്പോഴും അത് കഴിയുമ്പോഴും അടുത്ത വർഷത്തേക്കുള്ള സംഘാടനത്തിന് വേണ്ടി ഞങ്ങൾ എൻ്റെ ശ്രമം തുടരുകയാണ്. എല്ലാ കൊല്ലവും വൈവിധ്യമാർന്ന ഓരോ ഐറ്റങ്ങൾ അവതരിപ്പിച്ച് ഓരോ തീമുണ്ടാവും ഓരോ വർഷത്തിനും. ഈ വർഷം ലഹരിക്കെതിരെയുള്ള ടീമാണ്. അങ്ങനെ ഓരോ കൊല്ലവും ഓരോ തീം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് നടത്തിക്കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾക്കറിയാം, പിന്നെ ടീമുകളോട് എത്തിക്കുന്നത് മുതൽ അവർക്കുള്ള അക്കോമഡേഷൻ, അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ശേഷമാണ് ഞങ്ങൾ ടൂർണമെൻറ്റിലേക്ക് കടക്കുന്നത്. ഇത് ഇത്രയും ഭംഗിയായി കഴിയുന്നതിൽ ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ്. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറിയും അതുപോലെ ഇന്ത്യൻ കോച്ചുമായ PC ആന്റണി സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ സാറിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, ഈ സിൽവർ ഹിൽസ് ട്രോഫി ടൂർണമെന്റിനെ സാർ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത്. ഈ CMI ഫൗണ്ടേഷന്റെ കീഴിൽ ഒട്ടനവധി സ്കൂളുകൾ ടൂർണമെന്റ് നടത്തുന്നുണ്ട്. പക്ഷേ ഈ ആർട്ട് ഓഫ് ഓർഗനൈസിങ്, അതല്ലെങ്കിൽ ഓർഗനൈസിങ് പാഠവും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ടൂർണമെൻ്റാണ്. ലൈക്ക് ഏഷ്യൻ ഗെയിംസ്, അതുപോലെ തന്നെ മറ്റ് അനവധി പോലെ ഒരു ഓപ്പണിംഗ് സെറിമണി, അതായത് വെരി എന്താ പറയുക സിസ്റ്റമാറ്റിക് രീതിയിലായിട്ടാണ് ഇവിടുത്തെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉള്ളത്. ഓപ്പണിംഗ് സെറിമണി ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കുച്ചിപ്പുടി, ഭരതനാട്യം ആൻഡ് ഓട്ടംതുള്ളൽ, അതൊക്കെ വാട്ട് എ വണ്ടർഫുൾ. ഇത് ഒരു മറ്റുള്ള സ്കൂളുകൾക്കൊക്കെ ഒരു മാതൃകയാണ്. സ്പോർട്സിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒന്നാന്തരം തെളിവാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. On behalf of Kerala Basketball Association, I extend a sincere thanks to Silver Hill School management, not only that, and even teachers service. You are a wonderful, commendable service. Always remembered. തീർച്ചയായും ഒരു ഇന്ത്യൻ കോച്ച് എന്ന നിലയിൽ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് എടുക്കാം. കാരണം ഇങ്ങനെ ഒരു ടൂർണമെന്റ് ഇവിടെ നടക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടെ തന്നെയാണ് നമുക്ക് വേണ്ടി സംസാരിച്ചത്, അല്ലെങ്കിൽ ഇത് നോക്കിക്കാണുന്നത് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കായിക ചരിത്രത്തിൽ നമുക്ക് മാറ്റി നിർത്താനാവാത്ത ഒരു അധ്യാപകനാണ് ജോസ് സാർ. നമ്മുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും അതുപോലെ സ്കൂളിലെ കായിക അധ്യാപകനും കൂടിയാണ്. അദ്ദേഹത്തിന് ഈ ഒരു ടൂർണമെന്റിനെ പറ്റി വാചാലമായി പറയാനുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ സാറിനോട് എന്നെ ചോദിച്ചു നോക്കാം അല്ലെ. നമ്മൾ 2006 ഈ സിൽവർ ട്രോഫി സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു സ്പോർട്സിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സമയത്ത് ജേക്കബ് മുരിക്കുന്നതിലച്ഛൻ 2004 എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുകയും അതിനുശേഷം പുഞ്ചലച്ചൻ വരികയും, പുഞ്ചലച്ചനാണ് ഈ ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് സ്റ്റാർട്ടിങ്
കുറിച്ചത്. തീർച്ചയായിട്ടും പിച്ച വെച്ച് നടക്കുന്ന ഒരു സമയത്ത് നല്ലൊരു ബാസ്കറ്റ്ബോൾ കോർട്ടോ അല്ലെങ്കിൽ സൗകര്യങ്ങളോ ഒന്നും നമുക്ക് ഇല്ലായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ആദ്യം ചെറിയ ക്യാമ്പ് തുടങ്ങി. രണ്ടാമത്തെ വർഷം ആദ്യം 2005 നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് 2006 ആയപ്പോഴത്തേനും നല്ലൊരു ടൂർണമെൻറ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്തു. അതിലൂടെ കുട്ടികൾ ഇഷ്ടം പോലെ താല്പര്യമായി. അങ്ങനെ അതിലൂടെ വളർന്നു വന്ന കായിക താരങ്ങൾ എന്ന് വെച്ചാൽ ബാസ്കറ്റ്ബോളിൽ തന്നെ ഇപ്പോൾ കേരളത്തെ പ്രതിനിധീകരിച്ച് ഒരു 100 അടുത്ത് അധികം പ്ലേയേഴ്സ് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ക്യാമ്പുകാർ ആയിട്ടുള്ളവരുണ്ട്, ജോലി കിട്ടിയ കുട്ടികളുണ്ട് റെയിൽവേയിലൊക്കെ. അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് നമ്മുടെ ഇവിടുന്ന് പഠിച്ച് നല്ല നിലയിൽ നമുക്ക് എത്താൻ സാധിച്ചു. കുട്ടികളുടെ നല്ല ഡിസിപ്ലിനും പഠനത്തിനോടൊപ്പം തന്നെ കായിക മേഖലയിൽ ഒരു കുതിപ്പിന് അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു സെൻറ്റർ കോഴിക്കോട് ഉണ്ടായിരുന്നു. നമ്മളുടെ പെർഫോമൻസ് നല്ല ലെവലിലോട്ട് വന്നപ്പോഴും സായിനെ നമ്മൾ തോൽപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി സായി സെൻറ്റർ ഇവിടുന്ന് ഇല്ലാതായിപ്പോയി. സായി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്ത് കോച്ചിങ് കൊടുത്ത് വരുന്ന ഒരു സംഭവമാണ്. അത് അവർക്ക് റിസൾട്ട് ഇല്ലാതെ വന്നപ്പോഴത്തേക്കും ആ സെൻറ്റർ ഇവിടെ നിന്ന് മാറിപ്പോയി. നമ്മൾ സീനിയർ ലെവൽ പോലും നമ്മളുടെ അതായത് മെൻ കാറ്റഗറിയിൽ പോലും നമ്മൾ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കായിക പ്രതിഭകളെ വാർത്തെടുത്ത ജോസാറിന്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന് സ്പോർട്സിനോടുള്ള ആ ഒരു ആത്മാർത്ഥതയും തന്റെ കുട്ടികളെ അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിൽ നിന്നും ആ ഒരു ലെവലിലേക്ക് തന്റെ കായിക പ്രതിഭകളാക്കി മാറ്റണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബോധം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് നമുക്ക് പറയാം. തുടക്കക്കാരൻ എന്നുള്ള നിലയിലും ഇതാ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു ടൂർണമെന്റ് വരെ അദ്ദേഹം ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതിലും ഒരുപാട് ഇക്കാര്യത്തിൽ അനുഭവസ്ഥനാണ്. തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. താങ്ക് യു സർ. നമസ്കാരം രമേശ് സർ. രമേശ് സാർ ആണ്. അപ്പൊ സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളില് ട്രോഫി ടൂർണമെന്റിന്റെ ഇത്രയും നാളായിട്ട് 2006 മുതലാണ് നമ്മുടെ ടൂർണമെന്റ് തുടങ്ങിയത്. ഇത്രയും വർഷമായിട്ട് സാർ ഫുഡ് കമ്മിറ്റിയിലുണ്ട് അല്ലെ? എന്താണ് ഭക്ഷണത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഭക്ഷണത്തെ കുറിച്ച് എന്താണ് ഇതിന്റെ ഒരുക്കങ്ങൾ? ഇതില് ഈ ടൂർണമെന്റിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കും. മറ്റുള്ള ടൂർണമെന്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു ടൂർണമെന്റ് ആണിത്. അപ്പോൾ ഇവിടെ വരുന്ന ഒഫീഷ്യൽസിനാണെങ്കിലും ഗസ്റ്റുകൾക്കാണെങ്കിലും ഇനി പ്ലെയേഴ്സിനാണെങ്കിലും പിന്നെ നമ്മുടെ പ്ലെയേഴ്സിനൊക്കെ ആയിട്ട് തുടക്കത്തിൽ തൊട്ട് ആദ്യ വർഷം തൊട്ട് നമുക്ക് ഏറ്റവും നല്ല ഭക്ഷണമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് 3 നേരവും 4 നേരവും ഒക്കെ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ ആരും ഇവിടെ വരുന്ന ആരും വിശന്ന് പോവാറില്ല. ഏത് പിന്നെ കളിക്കാരനാണെങ്കിലും എവിടുത്തെ ടീം മെമ്പർ ആണെങ്കിലും ഇനി ഒഫീഷ്യൽസ് ആണെങ്കിലും ഗസ്റ്റ് വളരെ ഹാപ്പിയായി നല്ല ഭക്ഷണം കഴിച്ച് നല്ല ഭക്ഷണം നന്നായി തന്നെ ഒരുവിധം എല്ലാം സെറ്റായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഭക്ഷണം മോശം ഒക്കെ അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ നല്ലൊരു എക്സ്പെൻസ് നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾ അത്ര കാര്യമാക്കാറില്ല. പക്ഷെ വളരെ ആതിഥ്യ മര്യാദയോട് കൂടി തന്നെ നമ്മൾ വിളമ്പി കൊടുക്കുന്നു. അത് വളരെ എല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നു. തുടക്കത്തൊട്ട് അങ്ങനെ തന്നെ ആദ്യ കാലങ്ങളിലൊക്കെ ഞങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യില്ലായിരുന്നു. ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ഏറ്റവും നല്ല കാറ്ററിങ്ങിനെ ആരെങ്കിലും വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം നമ്മൾ ഓർഡർ കൊടുക്കുന്നു, അവർ കൊണ്ടുവരുന്നു. നമ്മുടെ NSS വോളണ്ടിയേഴ്സ്, സ്കൂളിന്റെ വോളണ്ടിയേഴ്സ്, ടീച്ചേഴ്സ് എല്ലാവരും വളരെ ഹോസ്പിറ്റബിളായ കൂട്ടായ പ്രവർത്തനത്തിന് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് അവർക്ക് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്ത് നല്ല ഭക്ഷണം കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടാണ്. അപ്പൊ ഇത് 17 വർഷമായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന പരിപാടിയാണ്. കാരണം വേറൊരു പല ടൂർണമെന്റിലും പോയി വരുന്ന കുട്ടികളും അതുപോലെ കോച്ചുമാർ ഇവരൊക്കെ പറയാറ് ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് എവിടെയും ഭക്ഷണം കിട്ടാറില്ല, ഇത്രയും നല്ലൊരു ഹോസ്പിറ്റബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാവാറില്ല. അപ്പൊ അതിൽ നമ്മൾ എന്നും മുൻപന്തി തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ സാറ് പറഞ്ഞത് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവും. അത്തരത്തിലുള്ള ഒരു ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു കായിക പ്രതിഭയെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ വളരെ തൃപ്തികരമാണ് എന്നാണ് രമേശ് സാർ പറഞ്ഞത്. ആരും വിശന്ന് പോകരുത് എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അപ്പൊ വരുന്ന ആരും നല്ല ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ അവർ പറഞ്ഞിരിക്കുക. ഓക്കെ, സിലബസിൽ വന്നിട്ട് വിശന്ന് പോയിന്ന് ആരും പറയാനിട വരുന്നു. താങ്ക് യു സർ. സിൽവർ ഹിൽസിന്റെ കായിക പ്രതിഭകളാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ നല്ല ഭക്ഷണമൊക്കെ അല്ലേ അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സിൽവർ ഹിൽസ് ട്രോഫി ടൂർണമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ഒരു അഭിപ്രായം പറയൂ? നിങ്ങൾക്ക് ഇത്രയും എത്ര വർഷമായി ഇപ്പൊ ഇവിടെ? ഞാൻ ഈ വർഷം വന്നു. ഈ വർഷമാണ്, അപ്പൊ ആദ്യ അനുഭവമാണ്. എന്താണ് പറയാനുള്ളത്? പേരെന്താ? ആയുഷ്. ആയുഷിന് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടൂർണമെന്റിന്റെ തുടക്കം മുതൽ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം അല്ലെ? നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ഹാപ്പിയാണ് അല്ലെ? തീർച്ചയായും ഇതൊരു ആഘോഷമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല? കളി ഒരു മത്സരം അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരു മത്സരം എന്നതിലപ്പുറം ഒരു സന്തോഷവും അല്ലെ, ആഘോഷത്തിന്റെ ഒരു ഫീൽ വരുന്നില്ലേ? എന്താണ് പറയാനുള്ളത്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങള് ഇപ്പൊ കുറെ ഇയർ ആയിട്ട് ഈ ഒരു കപ്പ് റേസ് ചെയ്യാൻ വേണ്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാണ്. ഇക്കൊല്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ആണ് കേട്ടോ. ഇക്കൊല്ലം റേസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.
അതിനുള്ള എല്ലാതും ഞങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങളെ ടീം കെമിസ്ട്രി വർക്കൗട്ട് ആക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതിന്റെ ടീം നമ്മുടെ ക്യാപ്റ്റൻ അങ്ങനെ Captain. ക്യാപ്റ്റൻ ആണല്ലേ? അതെ. ക്യാപ്റ്റന്റെ പേര് കൂടി ഒന്ന് പറഞ്ഞു. വിഘ്നേഷ്. വിഘ്നേഷ് ആണ് നമ്മുടെ സിൽവർ ഹിൽസിന്റെ ക്യാപ്റ്റൻ ആണ്. ഇപ്പൊ വിജയിച്ചു നിൽക്കുകയാണ്. ഇനിയും ഇതിങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു അടിപൊളി ക്യാപ്റ്റൻ ആണ് അല്ലെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സന്തോഷം. നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാം. ശരി. Thank you.